ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഫുൾ ഇതിൽ പറയുന്നുണ്ട്, ആരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ടു. എനിക്കൊരു ഓർഡർ ബേസ് ആയിട്ട് വന്ന വർക്കായിരുന്നു. അതിൽ കസ്റ്റമർ എൻ്റെ അടുത്ത് പറഞ്ഞത് 40ൻ്റെ കിക്കാറ്റിനകത്തിൽ ചെയ്യാനായിരുന്നു. ഞാൻ ആ ഒരു സൈസ് രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന സൈസ് 7x5 A3 ഞാൻ പ്രിൻ്റ് എടുത്തിരിക്കുന്നത്. സ്റ്റിക്കർ പ്രിൻ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു A3-കകത്ത് 4 വരെ പ്രിൻ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ അതിൻ്റെ ബാക്ക് ജസ്റ്റ് ഒന്ന് പീൽ ചെയ്താൽ നമുക്ക് സ്റ്റിക്കർ ഇളക്കി എടുക്കാൻ പറ്റും. ഇതിനി എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ചോക്ലേറ്റ് എടുക്കുക, നമ്മൾ കട്ട് ചെയ്ത പേപ്പർ എടുക്കുക. ആ പേപ്പറിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് ഈ ചോക്ലേറ്റ് ഒന്ന് റാപ്പ് ചെയ്ത് നോക്കുക. റാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിൻ്റെ സൈഡിൽ എഴുതിയ, ഇപ്പം ഞാൻ ഹാപ്പി ആനിവേഴ്സറി എന്നാണ് അതിൻ്റെ മണ്ടയ്ക്ക് എഴുതിയത്, അത് സൈഡിലോട്ട് മായുന്നുണ്ടോ, അത് ജസ്റ്റ് ഫ്രണ്ടിലാണോ വന്ന് നിൽക്കുന്നത് എന്നെല്ലാം നമുക്ക് മനസ്സിലാകാൻ പറ്റും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. എന്നിട്ട് ആ ഒരു സൈസിൽ അത് കട്ട് ചെയ്തെടുക്കുക. ബാക്ക് വശം പീൽ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഫുള്ള് കട്ട് ചെയ്ത് നമ്മൾ ഒട്ടിക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ കയറി ഇറങ്ങിയൊക്കെ വരുമ്പോൾ അത് വൃത്തികേടായിരിക്കും. അപ്പം ബാക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ആ ചോക്ലേറ്റ് നടുക്കുവശം പേപ്പറിൽ ഒന്ന് ഒട്ടിയിരിക്കുന്ന രീതിയിൽ എടുത്തിട്ട് ബാക്കി അതിൻ്റെ 4 സൈഡും കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ആ ചോക്ലേറ്റ് നടുക്കോട്ട് വെച്ച് പ്രസ് ചെയ്തിട്ട് 2 സൈഡും ഒട്ടിച്ചെടുത്തിട്ട് മണ്ടവശം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. ഒരുപാട് പ്രസ് ചെയ്യില്ല, ചിലപ്പോൾ അതിൻ്റെ ഷേപ്പ് കയറി ഇറങ്ങി പോകുമ്പോൾ സ്റ്റിക്കറായിട്ട് നമുക്കത് വലിച്ചെടുക്കാൻ പാടാണ്. പിന്നെ ഞാൻ ഇതുപോലൊരു സിസർ ഉപയോഗിച്ചാണ് അതിൻ്റെ സൈഡ് കട്ട് ചെയ്യുന്നത്. ഈ ഒരു സിസർ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചാണ്. ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം. എനിക്കങ്ങനെ 2 ചോക്ലേറ്റ് ആയിരുന്നു ചെയ്യേണ്ടത്. ഞാൻ അങ്ങനെ 2ഉം ഇപ്പോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെങ്ങനെ ചെയ്യുന്നത് ഇതിൻ്റെ ട്യൂട്ടോറിയൽ നോക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ ഗൂഗിൾ ഓപ്പൺ ആക്കുന്നുണ്ട്. ഗൂഗിളിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമുക്ക് സെർച്ച് ചെയ്ത് കൊടുക്കാം. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക. അതിൽ അപ്ലോഡ് ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് ഏത് ഇമേജ് ആണോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കേണ്ടത് ആ ഇമേജ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പം ഞാൻ ഇമേജ് സെലക്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആവുമ്പോൾ താഴെ ഡൗൺലോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സേവ് ചെയ്യുക. അത് നമുക്ക് നമ്മുടെ ഗാലറിയിൽ സേവ് ആയി വരും. അടുത്ത് തന്നെ നമുക്ക് വേണ്ട ക്യാൻവ എന്ന് പറയുന്ന ഒരു ആപ്പാണ്. ആ ക്യാൻവയ്ക്കകത്ത് ഞാൻ 7x5 ഒരു ബ്ലാങ്ക് പേജ് ഞാൻ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് താഴെ ഗാലറി എന്ന് പറയുന്ന ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് അപ്ലോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ നിന്നായാലും നമുക്ക് ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാം. ഇപ്പം ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച, അതായത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കി വെച്ച ആ ഫോട്ടോ ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ താഴെ കളർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്തിൽ ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട്. അതെല്ലാം നമ്മളിപ്പോൾ ആഡ് ചെയ്ത് പിക്കിൻ്റെ ഡ്രസ്സിൻ്റെ കളർ അല്ലെങ്കിൽ അതിന് ബേസ് ആയിട്ട് വരുന്ന കളർ അതിനകത്തിൽ ആഡ് ആകും. ഞാനിപ്പം ആ ഡ്രസ്സിന് മാച്ചായ ഒരു കളറാണ് ആഡ് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് താഴെ നമുക്ക് അതിൻ്റെ അപ്പുറത്ത് എലമെൻറ്റ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ഞാൻ ഷേപ്പ് എടുക്കുന്നുണ്ട്. ആ ഷേപ്പ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഷേപ്പ് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി, നമുക്ക് വലുതാക്കാനും ചെറുതാക്കാനും പറ്റും. ഞാനിപ്പോൾ പകുതി ഭാഗം പർപ്പിളും പകുതി ഭാഗം വൈറ്റും ആയിട്ടാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആ ആഡ് ചെയ്ത പിക്ക് ഞാൻ ഡിലീറ്റ് ആക്കിയിട്ട് ഒന്നുകൂടെ ഗാലറിയിൽ പോയിട്ട് പിക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിന് സെൻറ്ററിലോട്ട് വെച്ചിട്ട് അത് വലുതാക്കാനും ചെറുതാക്കി ഒന്ന് നോക്കിയിട്ട് സൈസ് നോക്കിയിട്ട് താഴെ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഞാൻ ഹാപ്പി ആനിവേഴ്സറി എന്ന് പറഞ്ഞ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ആനിവേഴ്സറിയുടെ ഗിഫ്റ്റ് ഹാമ്പറിനകത്ത് വെക്കാനുള്ളതാണ്. അതിൻ്റെ താഴെ നമുക്ക് ഫോണ്ട് ഉണ്ട്. ആ ഫോണ്ടിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് ചേഞ്ച് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഫോണ്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈസൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് നമുക്കതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. ഞാൻ ടെക്സ്റ്റിൻ്റെ കളറ് ഡ്രസ്സിൻ്റെ കളറ് മാച്ച് ആയിട്ടുള്ളൊരു രീതിയിലാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഒന്നുകൂടെ അതിൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ആ ടെക്സ്റ്റിൻ്റെ നേരെ സെൻട്രലായിട്ട് പിക്കൊക്കെ ഒന്ന് ആഡ് ചെയ്ത് സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി വേറെ ഒന്നും ആഡ് ചെയ്യില്ലാത്തതുകൊണ്ട് നമുക്കിനി ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യാനായിട്ട് മണ്ടയ്ക്കത്തെ ഡൗൺലോഡ് ഓപ്ഷൻ എടുക്കുക, PDF പ്രിൻ്റ് എടുക്കുക. ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് എങ്ങോട്ടാണോ അയക്കേണ്ടത് അങ്ങോട്ട് നമുക്ക് ഒന്നുകിൽ വാട്സപ്പിൽ PDF ആയിട്ട് അയക്കാം, അല്ലെങ്കിൽ നമുക്ക് മെയിൽ ചെയ്ത് അയക്കാം.